ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. പരമഗുരു അനുഗ്രഹിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കച്ചവടം, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഒരു സർവസംഘ പരിത്യാഗിയായ, ഒരു സന്യാസിയായ, വിരക്തനായ ഒരു മഹാത്മാവ് ഗൃഹസ്ഥാശ്രമികൾ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം എന്ന് ഉപദേശിക്കണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ഒരു മാനസികാവസ്ഥ? ഗുരു എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം ഗുരു കാൽനടയായും വാഹനങ്ങൾ കിട്ടിയ സമയത്ത് വാഹനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ്, അവരെ പഠിച്ചിട്ടാണ് ഗുരു ഈ ഉപദേശങ്ങൾ നൽകിയത് എന്ന് നമ്മൾ ഓർക്കണം. തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ കച്ചവടം, വ്യവസായം ഇത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഇപ്പോൾ ശിവഗിരിയിൽ തന്നെ ചെറിയ കട തുടങ്ങുവാനായിട്ട് ഗുരു പറഞ്ഞിരുന്നു. അവിടെ വരുന്ന ഭക്തന്മാർക്ക് ചായയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ലാഭം എടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ തന്നെ അവിടെ ഒരു ഭക്തനെ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെല്ലാത്തിനും സ്വയം പര്യാപ്തത നേടുവാനായിട്ട് ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രചോദനമായിട്ട്, ഇതിനൊക്കെ പ്രേരകമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ എത്രയോ വ്യക്തികളാണ് സ്വന്തമായിട്ട് വ്യവസായം ആരംഭിക്കുകയും അതിലൂടെ സാമ്പത്തിക ഭദ്രത നേടുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ചെറിയ അവരവരുടെ സാമ്പത്തിക ഇതനുസരിച്ചിട്ട് വ്യവസായം തുടങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും മടിയന്മാരായിരിക്കാതെ, ജോലിക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ, മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാതെ അവനവൻ്റെ സ്ഥലത്ത് തന്നെ നമുക്കിതെല്ലാം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാമെന്ന് ഗുരു നമ്മളോട് പറയുകയാണ്. പക്ഷെ ഇവിടെ നമുക്കെപ്പോഴുയും സമരവും മറ്റുള്ള പ്രശ്നങ്ങളും കാരണം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. പഠിപ്പിക്കുവാനൊക്കെ ആണെങ്കിലും കുട്ടികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതൊക്കെ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം എന്ന് പറയുമ്പോൾ അവരവരുടെ പഠിപ്പിനനുസരിച്ച്, കഴിവിനനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്കും നല്ല നിലയിലേക്ക് മാറാം. പക്ഷേ നമ്മുടെ ഇവിടത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും അതുപോലെ തന്നെ നമ്മുടെ അസൂയയും ഒക്കെ ആണ് ഒരു സംരംഭത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. മത്സരം, ആരോഗ്യകരമല്ലാത്ത സ്വാർത്ഥത മാത്രം മുൻനിർത്തിയുള്ള മത്സരം, സമരങ്ങൾ, ഇതൊക്കെ നമ്മളെപ്പോഴും അപകടത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് ഒരുമയോ ആ രീതിയിൽ വളർച്ചയോ നമുക്കില്ലാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ കൃഷിയും വ്യവസായവും ഒക്കെ ആ രീതിയിൽ വളർച്ച പ്രാപിക്കാത്തതിന് കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. നമ്മൾ സ്വയമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എവിടെയാണ്, നമുക്കെന്താണ് തടസ്സമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഫാൾസ് ഈഗോ, മിഥ്യാഭിമാനം കളഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം. ഇപ്പോൾ ഒരിക്കലൊരു ഭക്തൻ ചോദിക്കുകയുണ്ടായി. അയാൾ നല്ല രീതിയിൽ ബേക്കറി ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്.
പെട്ടെന്ന് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അതൊക്കെ തകർന്നു പോയി. കാരണം കട നോക്കാതെ ജോലിക്കാരെ ഏൽപ്പിച്ച് ലാവിഷായിട്ട് ജീവിച്ചിരുന്നു. അങ്ങനെ കടയൊക്കെ നശിച്ചു പോയി. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന സമയത്താണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്നോടൊരു ഉപദേശം ചോദിക്കുകയായിരുന്നു, സ്വാമി എങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു തൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ചെറിയ ഒരു കട, ഒരു തട്ടുകട, അത് തുടങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇന്ന് എത്രയോ തട്ടുകടകളുണ്ട്. പക്ഷേ അയാൾ പറയുന്നത്, ഞാൻ വലിയ നിലയിൽ ഇരുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് ചെറിയ കട തുടങ്ങാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. ഒരു കട വാടകയ്ക്ക് എടുക്കാൻ പോലും പൈസ അയാളുടെ കയ്യിലില്ല. ചെറിയ രീതിയിലാണെങ്കിലും. അപ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ സമ്പത്തിനനുസരിച്ച് വേണം നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ, മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അതിനും ഗുരു ഒരു പരിഹാരം കണ്ടെത്തി തന്നിരിക്കുകയാണ്. നമ്മൾക്കും അത് ഉപയോഗപ്പെടുത്താം. എവർക്കും നമസ്കാരം.